എല്ലാവർക്കും നമ്മ വീട്ടിലെ ഒരു അണ്ണ അച്ഛൻ പിന്നെ അനിയത്തെ എല്ലാവർക്കും ഇല്ല വീട്ടിലെ എല്ലാവർക്കും ഞാൻ ഒരു കുമ്പിടു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തെ വന്നെന്ന് ഞങ്ങളിപ്പോൾ അർജുൻ്റെ വീട്ടിലെ വന്നത് അവർക്കൊരു സഹായമാണ്. ഇപ്പോൾ ദൈവത്തിലെ ഒരു പ്രാർത്ഥന പണ്ട് ഞങ്ങൾ അവരുടെ വീട്ടിലെ ഒരു അർജുൻ പോയ പിന്നെ അവർക്കൊരു ശക്തി എന്നാൽ അവർക്കൊരു സമാധാനം പണ്ട് ഇവിടുത്തെ വന്ന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ അവിടെ ഒരു 15-20 ദിവസം പണിയാക്കി വർക്കാക്കി ആ വെള്ളത്തിൽ വർക്കാക്കുന്ന സമയത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ശരിയായിട്ട് അവിടെ പെർമിഷൻ കിട്ടത്തില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പെർമിഷൻ കിട്ടാൻ നമ്മൾ ഒരു പ്രാവശ്യം വെള്ളത്തിൽ ഇറങ്ങിയ പിന്നെ ഞങ്ങൾ 2 നാളവിടെ വേണ്ട സൊല്ലു. അപ്പോൾ ഞങ്ങൾ മേലെ വന്ന ഒരുപാട് വില ചെയ്യണമില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അർജുൻ്റെ പിന്നെ അവിടെ ലോകേഷ് പിന്നെ ജഗന്നാഥ് 3 ആൾ വെള്ളത്തിലാടിയിട്ടുണ്ട്. 8 പേര് അവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിപ്പോൾ ആ സമാധാനം പണിയിട്ട് പിന്നെ അവിടെ ഞങ്ങളിപ്പോൾ പണി തുടങ്ങുന്നുണ്ട്. ആ സ്ഥലത്തിലെ ഇപ്പം ഞങ്ങളിപ്പോൾ അർജുൻ്റെ വണ്ടിയുണ്ട്. വണ്ടി എവിടെ ഉണ്ട് നോക്കുന്ന സമയത്തിൽ നമുക്കൊരു അവിടെ ഒരു ജാക്ക് കിട്ടി അർജുൻ്റെ വണ്ടീൻ്റെ. അതിൽ പിന്നെ അർജുൻ്റെ വണ്ടിനെ കൊഞ്ചം ഒരു 25 ഫീറ്റിൽ നമുക്കൊരു 30-40 ഫീറ്റ് അതിൻ്റെ അർജുൻ്റെ വണ്ടീൻ്റെ ഒരു കയറ് കിട്ടി. അതിപ്പോൾ ഞങ്ങൾ മുതലേക്ക് പുള്ളി കാണിച്ചു അവർ. അപ്പോൾ അവർ അത് അവരുടെ വണ്ടിയെ കാണിച്ചു. ഇപ്പം നമ്മൾ തലസ് പണി എല്ലാ സ്ഥലത്തിലും ഒരു അർജുന വണ്ടിയെ കയറുണ്ടല്ലേ ആ കയറിൽ ഒരുപാട് ആ സൈഡ് മണ്ണ് പിന്നെ കല്ലുണ്ട്. പിന്നെ ഒരു 10-15 ഫീറ്റ് മണ്ണുണ്ട്. അതിനെ പിന്നെ ജഗന്നാഥിൻ്റെ വീടിനവിടെ ഡീസൽ പറഞ്ഞാൽ ഒരു വണ്ടീൻ്റെ ഡീസൽ പറഞ്ഞാൽ ഡീസൽ കീഴെ പറഞ്ഞുണ്ട്. നമുക്കൊരു സംശയമുണ്ട് ആ ജഗന്നാഥിൻ്റെ വീട്ടിന് മേലെ ഇരിക്കുന്നത് പിന്നെ വെള്ളത്തിൽ ഇരിക്കുന്ന രണ്ടിൽ നമുക്ക് സംശയമുണ്ട്. അതിനെ അവിടെ ഒരു ഡ്രഡ്ജിങ് മെഷീൻ വേണം. ഡ്രഡ്ജിങ് മെഷീനാക്കിയ മണ്ണ് തോണ്ടിയാൽ മാത്രം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ 25 ഫീറ്റ് കീഴെ പോയി നോക്കി. ആ സമയത്ത് അവിടെ ഒരു 5 കയർ ഒരേ മാതിരി നമ്മളിപ്പോൾ കട്ടയിടുമല്ലേ ഇപ്പോൾ തടി പീസിലെ അതേ മാതിരി നിർത്തിയിട്ടുണ്ട് അവിടെ. അപ്പം ഞങ്ങളിപ്പോൾ ഓർമ്മ അവിടെ വണ്ടി ഉണ്ടെന്ന് സംശയം. ഈ ജഗന്നാഥിൻ്റെ വീട്ടിലെ മേലെ കൊഞ്ചം ഡീസൽ പസയുണ്ട്. അത് 2 നമുക്കൊരു സംശയമുണ്ട്. ആ സൈഡ് അതിനെ ഒരു ഡ്രഡ്ജിങ് പണ്ണണം അവിടെ. നമ്മളെ നാട്ടിലിപ്പോൾ ഒരു 5 നാളത്തെ ഡ്രഡ്ജിങ് പണമെന്ന് എല്ലാവരും சொல்லிട്ടുണ്ട്. ഇപ്പോൾ അത് നമുക്ക് അതിപ്പോൾ ലേറ്റാവും. ഇപ്പോൾ എത്ര പ്രാവശ്യം ഇപ്പോൾ சொல்லிട്ടുണ്ട്. ഇപ്പോൾ വരും ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 34 ദിവസമായി സംഭവം. 34 ദിവസം അർജുൻ വീട്ടിൽ പുറത്ത് അവർ വീട്ടിലെ അവർ അമ്മ പിന്നെ ഭാര്യ എല്ലാവരും കരയുന്നുണ്ട്. അതല്ലാതെ അവർ കരയുന്ന നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി. ഞാനിപ്പോൾ ഞങ്ങളെ വീട്ടിലെ നമ്മ അമ്മന് ചത്തിപ്പോൾ ഒന്ന് 30 ദിവസമായി. അത് വിട്ടിട്ട് ഞാൻ അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അർജുൻ്റെ എന്തെങ്കിലും പണിട്ട് ഒന്ന് എടുത്തു തരാൻ ഇല്ലെങ്കിൽ ഒരു ശരീരനെ കൊണ്ടുവന്ന് ഈ വീട്ടിലെ നിങ്ങൾ ഒപ്പിക്കാൻ ഞങ്ങളൊരു ഒപ്പാക്കി അവർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്നെ ഇപ്പോൾ കണ്ടിപ്പായി അവർ വീട്ടിലെ അമ്മയെ കട്ടി ചൊല്ലിപ്പോൾ അവരുടെ ശരീരം ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്തിലെ ഇപ്പോൾ എവിടെ നമ്മൾ അങ്കോലത്തിൽ ഞാൻ വീട്ടിൽ പോയില്ല. ഇന്നലെ വീട്ടിൽ പോയി 2 മണിക്ക് വീട്ടിൽ പോയി എൻ്റെ കുട്ടി എണ്ണിച്ച് പിന്നെ നേരത്തെ ഇവിടെ വന്നു. അതിന് ഞാനിപ്പോൾ നമ്മളെ ടീമായിട്ട് നമ്മുടെ ടീമിലെ ആൾക്കാർ 3 പേർ സ്കൂബ ഡൈവറുണ്ട്. ഞങ്ങൾ പിന്നെ ടീമിലെ നമ്മളെ ഒരു 10 പേരുണ്ട്. എല്ലാവരും പോയിട്ട് അവിടെ തേടി ആ അർജുനെ ഇവിടെ കൊണ്ടുവരുന്നവർ ശപഥാക്കി കണ്ടിപ്പായി ഇവിടെ കൊണ്ടുവരണം ഞങ്ങൾ.